സിനിമക്കാരെക്കാൾ വേഗത്തിൽ കുടുംബ പ്രേക്ഷകരുടെയും സ്ത്രീകളുടെയും മനസ്സിൽ കയറി പറ്റുന്നവരാണ് സീരിയൽ താരങ്ങൾ. ഒട്ടനവധി സീരിയലുകളിൽ അഭിനയിച്ചില്ലെങ്കിൽ പോലും ഒന്നോ രണ്ടോ എണ്ണത്തിൽ മുഖം കാണിച്ചാൽ മതി, അവർ എന്നേക്കുമായി ആ താരങ്ങളെ ഓർത്തുവെക്കും. അപ്പോൾ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്ത് പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യിപ്പിച്ചിട്ടുള്ള താരങ്ങൾക്ക് അവരുടെ മനസ്സിലുള്ള സ്ഥാനം ഊഹിക്കാമല്ലോ. അത്തരത്തിൽ സീരിയൽ പ്രേമികളുടെ ഹൃദയം കവർന്ന നടനായിരുന്നു സിദ്ധാർത്ഥ്. താരത്തിൻ്റെ പെട്ടെന്നുള്ള വിയോഗം അതിനാൽ തന്നെ എല്ലാവരിലും വലിയൊരു ഞെട്ടലാണ് നൽകിയത്. കസ്തൂരിമാൻ, ഭാഗ്യജാതകം തുടങ്ങിയ സീരിയലുകളിലാണ് നടൻ എന്ന രീതിയിൽ ശ്രദ്ധിക്കപ്പെടാനും സ്റ്റാർഡം സെറ്റ് ചെയ്യാനും സിദ്ധാർത്ഥ് എന്ന നടനെ സഹായിച്ചത്. കസ്തൂരിമാനിൽ അഭിനയിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞുവെങ്കിലും ഇന്നും കസ്തൂരിമാനിലെ സിദ്ധു എന്നതാണ് നടൻ്റെ ഐഡൻറ്റിറ്റി. കഴിഞ്ഞ കുറച്ച് നാളുകളായി ക്യാൻസർ ബാധിച്ച് സിദ്ധാർത്ഥ് ചികിത്സയിലായിരുന്നു. എന്നാൽ സീരിയൽ മേഖലയിൽ സിദ്ധാർത്ഥിന് വേണ്ടപ്പെട്ടവരല്ലാതെ മറ്റാരും ഇക്കാര്യം അറിഞ്ഞിരുന്നില്ല എന്നുള്ളത്. നടി സീമാജി നായരാണ് സിദ്ധാർത്ഥിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് ഒപ്പമുണ്ടായിരുന്നത്. പ്രിയ സഹപ്രവർത്തകൻ്റെ ജീവൻ നിലനിർത്താൻ തന്നെ കൊണ്ടാകും പോലെ സീമ പരിശ്രമിച്ചിരുന്നു. എന്നാൽ അതെല്ലാം വൃഥാവിലായി. ഏത് വാർത്ത കേൾക്കരുതെന്ന് ആഗ്രഹിച്ചിരുന്നുവോ ആ വാർത്തയാണ് ഉച്ചയോടെ സീമയുടെ ചെവിയിലെത്തിയത്. ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്ന ചെറുപ്പക്കാരനായിരുന്നു സിദ്ധാർത്ഥ്. അതിലേക്ക് എത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഓരോ ചുവടുകളും പതിയെ വെക്കുകയായിരുന്നു. അതിനിടയിലാണ് ക്യാൻസർ മരണത്തെ രൂപത്തിലെത്തി സിദ്ധാർത്ഥിനെ ഈ ലോകത്തു നിന്നും കൊണ്ടുപോയത്. തൃശ്ശൂരിലെ ഒരു സാധാരണ കുടുംബത്തിലാണ് സിദ്ധാർത്ഥിൻ്റെ ജനനം. അച്ഛനും അമ്മയും സഹോദരനും മാത്രമായിരുന്നു സിദ്ധാർത്ഥിൻ്റെ ലോകം. അച്ഛനെക്കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടൻ നഷ്ടപ്പെട്ടു. ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണ് അച്ഛൻ്റെ മരണമെന്നാണ്. അമ്മയായിരുന്നു സിദ്ധാർത്ഥിൻ്റെ ക്രിട്ടിസൈസർ. അമ്മയുടെ വിമർശനങ്ങൾ എന്നും കരിയറും ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചിട്ടുള്ളൂ എന്നാണ് താരം പറയാറുണ്ടായിരുന്നത്. സീരിയലിൽ സജീവമായ ശേഷം തിരുവനന്തപുരത്തായിരുന്നു താമസം. എന്നിരുന്നാലും മനസ്സ് എപ്പോഴും വടക്കുന്നാഥിൻ്റെ മണ്ണിലായിരുന്നു. അതിനാൽ ബ്രേക്ക് കിട്ടിയാൽ ഉടൻ വീട്ടിലേക്ക് ഓടുമായിരുന്നു. സ്കൂൾ കാലത്ത് തന്നെ അഭിനയത്തിലുള്ള കഴിവ് സ്വയം തിരിച്ചറിഞ്ഞിരുന്നു. അതിനാൽ നാടകങ്ങളിൽ പങ്കെടുത്തു. മുതിർന്നപ്പോൾ പ്രൊഫഷണൽ നാടകങ്ങളിൽ സജീവമായി. ഒപ്പം അല്പം ആങ്കറിങ്ങും ചെയ്തു തുടങ്ങി. അത് ചാനലിൽ കയറിപ്പറ്റാൻ സഹായകരമായി. അപ്പോഴും നാടകം വിട്ടിരുന്നില്ല. നാടകാഭിനയം തന്നെയാണ് സീരിയലിലേക്ക് വഴി തുറന്നു കൊടുത്തതും. സിദ്ധാർത്ഥിൻ്റെ നാടകം കണ്ട സുഹൃത്തിൻ്റെ ചേട്ടനും സിനിമാ നിർമ്മാതാവുമായ അരുൺ ഘോഷാണ് സീരിയലിൽ അവസരം നൽകുന്നത്. ഏറെ ആസ്വദിച്ചാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത്. പുതിയ കാര്യങ്ങൾ പഠിക്കുകയും കഥാപാത്രങ്ങളോട് പരമാവധി മര്യാദ പുലർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. സീരിയലിൽ തന്നെ ഒതുങ്ങി നിൽക്കാൻ യാതൊരു ഉദ്ദേശവുമില്ല. എൻ്റെ ലക്ഷ്യം സിനിമയാണ്, അതിനായി പരിശ്രമിക്കും. വിവാഹം ഉടനെയില്ല, ആദ്യം കരിയർ സെറ്റ് ചെയ്യുക എന്നതിനാണ് പ്രാധാന്യം. ഏതായാലും ഞാൻ പ്രണയിച്ചായിരിക്കും വിവാഹം കഴിക്കുകയെന്ന് ഉറപ്പ്. അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ആരെ വിവാഹം കഴിക്കുമെന്നോ എപ്പോൾ കഴിക്കുമെന്നോ പറയാനാകില്ല. പാർട്ടികളിലോ കല്യാണങ്ങളിലോ വഴിയോരത്തോ വെച്ച് ഞാൻ എൻ്റെ പ്രണയിനെ കണ്ടുമുട്ടിയേക്കാം. എന്നാൽ ഇതുവരെ അങ്ങനൊരാളില്ലെന്നാണ് സിദ്ധാർത്ഥ് തൻ്റെ ആഗ്രഹങ്ങൾ പങ്കുവച്ച് അഭിമുഖത്തിൽ പറഞ്ഞത്. ബിഗ് ബോസിൽ പങ്കെടുക്കാനും താരം ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ആ ആഗ്രഹങ്ങളൊന്നും തന്നെ സഫലീകരിക്കാനാകാതെയാണ് സിദ്ധാർത്ഥ് പോയിരിക്കുന്നത്. സിദ്ധാർത്ഥിൻ്റെ മരണവാർത്തയറിഞ്ഞ് സീരിയൽ സിനിമാ മേഖലയിലുള്ളവരും അതുപോലെ നിരവധി ആരാധകരുമാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചത്.